നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കിഡ്നി ക്യാൻസർ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ CH ഹാരിസ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ, ഈ കിഡ്നി ക്യാൻസർ എന്ന് പൊതുവെ എല്ലാവരും ഒരു ഭയത്തോടെ നോക്കിക്കാണുന്ന അസുഖമാണ്. ഇത് തിരിച്ചറിയാൻ വൈകി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പൊതുവെ ബുദ്ധിമുട്ടാണോ? അതായത് ഈ കിഡ്നി എന്ന് പറയുന്നത് പലർക്കും അറിയാമെങ്കിലും ചിലർക്കെങ്കിലും അത് തെറ്റിദ്ധാരണകളുണ്ട്. കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് വളരെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് കിഡ്നി എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സാധാരണ രണ്ട് കിഡ്നി ഉണ്ടെങ്കിലും അപൂർവമായിട്ട് ചിലർക്ക് ഒരു കിഡ്നി ജന്മന തന്നെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ഒരു കിഡ്നി മാത്രമേ കാണത്തുള്ളൂ. അതായത് ഒരു 500 പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ജന്മന ഒരു കിഡ്നി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കിഡ്നി ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്യാൻസർ പോലെ അത്ര സാധാരണമായിട്ടുള്ളൊരു ക്യാൻസർ അല്ല. വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു ക്യാൻസറാണ് കിഡ്നി ക്യാൻസർ. ഇത് വയറിൻ്റെ വളരെ ഉള്ളിലായതുകൊണ്ട് തന്നെ ആദ്യമേ പ്രകടമായ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വയറിനെ സ്കാനിങ് ചെയ്യുമ്പോൾ കിഡ്നിക്കകത്ത് മുഴയായിട്ട് കാണും. അതാണ് വരുന്നതിൽ ഭൂരിപക്ഷം രോഗികൾ അങ്ങനെയാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദന, അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ കാരണങ്ങളിൽ ഒരു സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പാരമ്പര്യമായിട്ട് ഇപ്പോൾ നമുക്ക് അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മാവന്മാർക്കോ ഒക്കെ ആർക്കെങ്കിലും കിഡ്നി ക്യാൻസർ ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും വയറിൻ്റെ സാധാരണ സ്കാൻ, അതിനൊരു 800 രൂപ 1000 രൂപയ്ക്ക് ആവുകയുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 99% ക്യാൻസറും തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സ്കാൻ സെക്ഷൻ, അത് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അവരതിനകത്ത് എഴുതും ഇതിന് ചെറിയൊരു മുഴയുടെ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഒരു യൂറോളജി ഡോക്ടറെ കൊണ്ട് പരിശോധിക്കണം. ശരി ഡോക്ടർ. അതുപോലെ തന്നെ ഈ രോഗം എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ടോ? ഇത് തടയാൻ പറ്റുന്ന മറ്റ് ക്യാൻസറുകൾ പോലെ, പല ക്യാൻസർ പോലെയും തടയാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ വായിലെ ക്യാൻസറൊക്കെ അല്ലെങ്കിൽ പിന്നെ ശ്വാസകോശ ക്യാൻസറൊക്കെ നമുക്ക് പുകവലിയൊക്കെ നിർത്തുന്നത് കൊണ്ട് ഒരു 50% വരെയൊക്കെ തടയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം പറയാൻ ബുദ്ധിമുട്ടാണ്. പൊതുവേ പുകവലി എന്തായാലും ഒരു റിസ്കി ഫാക്ടറാണ്. പുകവലിയും അമിതമായിട്ടുള്ള വണ്ണവും, ഇത് രണ്ടുമാണ് ഏതാണ്ടൊക്കെ നമുക്കൊരു റിസ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം പുകവലി എന്തായാലും നമുക്കറിയാമല്ലോ, പുകവലി ഒരു കാരണവശാലും നമുക്ക് തുടരാൻ പറ്റുന്ന സാധനമല്ല. പുകവലി കാരണം ശരീരത്തിൽ നിരവധി തരം ക്യാൻസറുണ്ട്. ഇപ്പോൾ മൂത്രസഞ്ചിയിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണം പുകവലിയാണ്. പക്ഷേ കിഡ്നിയിലെ ക്യാൻസറും പുകവലിയായിട്ട് അത്ര വലിയൊരു കണക്ഷൻ പറയാൻ പറ്റില്ല. എന്നാലും പുകവലി പൂർണ്ണമായും നിർത്തുക. പിന്നെ അമിതമായ വണ്ണം, ഇപ്പം നമുക്ക് ഈ അടുത്തിടെയായിട്ട് കാണുന്നത്, നമുക്ക് ഈ ക്യാൻസർ വരുന്ന പല രോഗികൾക്കും ശരീരഭാരം നമുക്ക് അനുവദനീയമായതിനേക്കാൾ വളരെ കൂടുതലാണ്. അത് 90, 100 കിലോയ്ക്കൊക്കെ പുറത്ത് അങ്ങനെയൊക്കെയുള്ള രോഗികളിൽ നമ്മളിപ്പോൾ കൂടുതൽ കിഡ്നി ക്യാൻസർ കാണുന്നുണ്ട്. അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്, അതിന് ചികിത്സയും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള രോഗികളിൽ. പിന്നെ ഇതുപോലെ നമുക്ക് കുടുംബപരമായിട്ട് ഇത് ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, അത് അടുത്ത രക്തബന്ധുക്കൾക്ക് കിഡ്നി ക്യാൻസറോ അല്ലെങ്കിൽ പിന്നെ കുടലിലുള്ള ക്യാൻസർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കിഡ്നി ക്യാൻസർ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അയാളുടെ ശരീരം എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ? നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതായുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ക്യാൻസറിന് നമുക്ക് ലക്ഷണങ്ങൾ വളരെ കുറവാണ്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്കും ഈ ക്യാൻസർ വളരെയധികം മിക്കവാറും അത് വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു രസകരമായൊരു കാര്യമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ ചോര പോവുക എന്നുള്ളതാണ്. മൂത്രത്തിൽ ചോര പോവുക, അത് മൂത്രത്തിൽ നമ്മൾ എപ്പോഴായാലും ഏത് പ്രായത്തിലായാലും മൂത്രത്തിൽ ചോര പോകുന്നത് നമുക്ക് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമേ അല്ല. നമുക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ വരുന്ന രോഗികളിൽ പലരെയും നമ്മുടെ അസുഖമായിട്ട് ക്യാൻസർ, ഇപ്പോൾ മൂത്രസഞ്ചിയിലെ ക്യാൻസർ ആയാലും കിഡ്നിയിലെ ക്യാൻസർ ആയാലും നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 6 മാസം മുമ്പേ ഡോക്ടർ ഒരു പ്രാവശ്യം മൂത്രത്തിൽ ഇതുപോലെ ചോര വന്നിരുന്നു, അത് ഞാൻ വെള്ളം കുടിച്ചപ്പോൾ
അങ്ങ് മാറി. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പക്ഷേ അപ്പോൾ അത് ഈ നമ്മളൊരു പിന്നെ ഈ മൂത്രത്തിൽ ചോര പോകുക, അത് ഒരു പ്രാവശ്യം ആയിക്കോട്ടെ, അത് തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മളായിട്ട് ഊഹിച്ചിട്ട് അത് മൂത്രസഞ്ചിയിലെ അത് ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കല്ലിൻ്റെ അസുഖമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതൊന്നും നമ്മളങ്ങനെ ഒരു മുൻധാരണ പാടേയില്ല. മൂത്രസഞ്ചിയിലെ ക്യാൻസറും കിഡ്നിയിലെ ക്യാൻസറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ മൂത്രത്തിൽ കൂടെ ചോര പോകുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ മൂത്രത്തിൽ ചോര പോകുന്ന 5 രോഗികളെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരാൾക്ക് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കൂടെ ചോര പോവുക നമുക്കത് കാണാൻ പറ്റുന്നതാണ്. നമുക്കത് പിന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം ചുമന്ന നിറത്തിൽ പോകും, അതാണ് മൂത്രത്തിൽ ചോര പോവുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ കട്ടകട്ടയായിട്ടൊന്നും പോകണമെന്നില്ല. ചെറിയ കളർ വ്യത്യാസം വന്നാൽ തന്നെ നമുക്ക് ഇത് ഒരു ക്യാൻസറിൻ്റെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇത് പ്രായമായ ആൾക്കാരിലാണ് കൂടുതൽ വരുന്നത്. നമ്മളൊരു 40 വയസ്സിന് മേളിലോട്ടാണ് സാധാരണയായിട്ട് കിഡ്നിയിലെ ക്യാൻസർ കാണുന്നത്. 60-നും 70-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് മാക്സിമം കാണുന്നത്. എന്നാലും നമുക്ക് 20 വയസ്സിലും 30 വയസ്സിലും ഒക്കെ കിഡ്നി ക്യാൻസറുള്ള രോഗികൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കിഡ്നി ക്യാൻസർ ഉണ്ട്. അത് പ്രത്യേകിച്ച് വിംസ് ട്യൂമർ എന്ന് പറയും. അത് വളരെ ചെറുപ്പത്തിലേ ഉണ്ടാകുന്നത്. അതായത് ജനിച്ച് കുറച്ച് 1 വർഷം 2 വർഷമൊക്കെ തന്നെ ഉള്ള പ്രായമുള്ള കൊച്ചു കുട്ടികളിൽ തന്നെ ഈ വിംസ് ട്യൂമർ ഉണ്ടാകും. പിന്നെ ഈ കിഡ്നി ക്യാൻസർ ഈ മൂത്രത്തിൽ ചോര പോകുന്നതല്ലാതെ വയറുവേദന, പിന്നെ നമുക്ക് ദഹനക്കേട്, പിന്നെ ഇങ്ങനെ ഒക്കെയുള്ള വയറിൽ ചില സമയത്ത് നമുക്കിങ്ങനെ എന്തോ ഒരു കട്ടിയിരിക്കുന്നത് പോലെ തോന്നുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കിഡ്നി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റു കിഡ്നി രോഗങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് കിഡ്നി ക്യാൻസറിനെ വേർതിരിച്ചറിയാൻ സാധിക്കും? ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക പ്രായം, അതായത് ഒരു 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതലായും ഇത് കണ്ടുവരുന്നതെന്ന്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രായക്കാരിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നത്? അത് പല ക്യാൻസറിനും അതിനൊരു പർട്ടിക്കുലർ ഏജ് ഉണ്ടാവും. ചില ക്യാൻസറുകൾ കുട്ടിക്കാലത്താണ് വരുന്നത്, ചില ക്യാൻസറുകൾ പ്രായമുള്ളവരിലാണ് വരുന്നത്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ പ്രായമുള്ളവരിലാവും. കിഡ്നി ക്യാൻസർ ആണെങ്കിൽ അതും പ്രായമുള്ളവരിലാണ് വരുന്നത്. അതേസമയം ചില സമയം ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ കുട്ടികളിലാണ് വരുന്നത്. അപ്പോൾ അത് ഓരോ പ്രായത്തിൽ അത് ചിലർക്ക് അങ്ങനെ വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു കാരണം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കിഡ്നി ക്യാൻസർ പൊതുവേ 40 വയസ്സിന് മേളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. 50-60 വയസ്സൊക്കെ ആകുന്തോറും അതിൻ്റെ സാധ്യത വളരെ കൂടും. അപ്പം പിന്നെ ഈ മറ്റ് കിഡ്നി രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മൂത്രത്തിൽ ചോര പോകുന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷണമെന്ന്. പക്ഷേ മൂത്രത്തിൽ ചോര പോകുന്നതിന് മറ്റ് പല കാരണങ്ങളുണ്ട്. അത് കിഡ്നിയിലെ സ്റ്റോൺ കൊണ്ട് മൂത്രത്തിൽ ചോര പോകാം. പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ, മൂത്രസഞ്ചിയിലുണ്ടാകുന്ന പഴുപ്പ്, അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ ചോര പോകാം. അങ്ങനെ നിരവധി കാരണങ്ങൾ, 100 കണക്കിന് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും മൂത്രത്തിൽ ചോര പോകുന്നതിന്. പക്ഷേ അത് നമുക്ക് അങ്ങനെ ഒരു രോഗിക്ക് അത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൂത്രത്തിൽ ചോര പോവുക, അതായത് ഹെമച്യൂറിയ എന്ന് ഇംഗ്ലീഷിൽ പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. ഇനി കൂടാതെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചോര, അതായത് വളരെ 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 തുച്ഛമായ തോതിൽ മൂത്രത്തിൽ കൂടെ ചോര പോകും. അതിപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് RBC+ എന്ന് എഴുതിയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ പ്രായമുള്ളവർ, ഇപ്പോൾ 40 വയസ്സിനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി തന്നെ പലപ്പോഴും അറിയാൻ പറ്റും. നമുക്ക് സാധാ സ്കാൻ, ഈ അൾട്രാസൗണ്ട് സ്കാൻ തന്നെ മതി അതിനകത്ത് മിക്കപ്പോഴും ഈ ട്യൂമർ കണ്ടുപിടിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുരുഷന്മാരിൽ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അസുഖം വരാൻ സാധ്യത കൂടുതലാണോ? ഇത് പുരുഷന്മാരിൽ തന്നെയാണ് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നത്. അതായത് പിന്നെ ഏതാണ്ട് ഒരു 3:1 അങ്ങനെ പറയാം, അല്ലെങ്കിൽ 4:1 എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു 4 പുരുഷന്മാർക്ക് ക്യാൻസർ വരുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പുരുഷന്മാരിൽ തന്നെയാണ് കൂടുതൽ വരുന്നത്. അത് നമുക്ക് കാരണങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോണിൻ്റെ എഫക്റ്റ്, പിന്നെ പുകവലി കൂടുതൽ പുരുഷന്മാരിലാണ്, പിന്നെ ഒബീസിറ്റി, വണ്ണക്കൂടുതലുണ്ടാകുന്നത്, അതൊക്കെയാണ് ഒരു കാരണം പറയുന്നത്. പിന്നെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ പൊതുവേ ചില ക്യാൻസറുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും പക്ഷേ കൃത്യമായൊരു കാരണം ഇപ്പോൾ ക്യാൻസറിൻ്റെ പല കാര്യങ്ങളിലും നമുക്കൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെയൊക്കെ റിസർച്ചുകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കിഡ്നി ക്യാൻസർ എന്ന് പറയുന്ന രോഗം എത്രത്തോളം അപകടകരമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? അത് നമുക്കതിൻ്റെ ഒരു പിന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒന്നീ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് എന്ന് പറഞ്ഞതുപോലെയാണ്. ഇതിനെ തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് 1
ആ കിഡ്നിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ട്യൂമറാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്കൊരു 100 പേരിൽ ഒരു 98 പേരെയും നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാം. അവർക്ക് പിന്നീട് അസുഖം വരാത്ത രീതിയിൽ തന്നെ അത് ഭേദമാക്കാൻ പറ്റും. അതാണ് കിഡ്നി ക്യാൻസറിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാലുള്ള ഗുണം. പിന്നീട് അത് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു ചികിത്സയില്ല എന്നാണ് അതിൻ്റെ. ഒരു ചികിത്സയും അതിന് ഫലപ്രദമല്ല. ഒരു ചികിത്സ കൊണ്ടും അത് ഭേദമാകുകയില്ല. അത് രോഗി വളരെ കഷ്ടപ്പെടുകയും ചെയ്യും. മൂത്രത്തിൽ ചോര പോവുക, അമിതമായ വേദന, പിന്നെ ഇത് സ്പ്രെഡായി നമ്മൾ എല്ലിലേക്കൊക്കെ സ്പ്രെഡായി ഭയങ്കരമായിട്ടുള്ള പെയിൻ എടുത്തുള്ളൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഘട്ടത്തിലേക്ക് പോകും. രോഗി മരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തുടക്കത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഭേദമാക്കാം. പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ 3 മാസം നമ്മളിങ്ങനെ ചെക്കപ്പ് ചെയ്യും. ഒരു 5 വർഷം വരെയൊക്കെ ചെക്കപ്പ് ചെയ്യും. മിക്കവാറും എല്ലാവർക്കും ഒരു 98%, 99% വരെ രോഗികൾക്ക് പിന്നീട് അത് വരാറേ ഇല്ല. അവർക്ക് സാധാരണ രീതിയിൽ സാധാരണ ആൾക്കാരെ പോലെ തന്നെ പോകാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കിഡ്നി ക്യാൻസർ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. ഇത് മാത്രമല്ല, ഇത് പാരമ്പര്യമായി വരാൻ സാധ്യതയുണ്ടോ? പാരമ്പര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, പാരമ്പര്യമുണ്ട്. എല്ലാ ക്യാൻസറുകൾക്കും പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകമുണ്ട്. ക്യാൻസർ മാത്രമല്ല, മിക്കവാറും എല്ലാ മനുഷ്യന് ഉള്ള എല്ലാ അസുഖങ്ങളിലും പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ്. കിഡ്നി ക്യാൻസറിലും പാരമ്പര്യം ഒരു ഘടകമാണ്. ഇപ്പോൾ നമുക്ക് അച്ഛന് ക്യാൻസർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മകന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സഹോദരങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഈ അസുഖത്തിനുമായി ബന്ധപ്പെട്ടുള്ള സർജറി എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ രീതികൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ കിഡ്നി ക്യാൻസറിൻ്റെ പ്രധാന ചികിത്സ, പ്രധാനമല്ല, ഒരേ ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, അത് സർജറി മാത്രമാണ്. സർജറി ചെയ്ത് അത് നീക്കം ചെയ്യുകയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടും ഭേദമാക്കാനുള്ള ഒരേ ഒരു ചികിത്സ. അത് നമുക്കത് കിഡ്നി ക്യാൻസർ, ആ കിഡ്നിയുടെ അതിൻ്റെ എത്രത്തോളം, അതിൻ്റെ എത്ര തോതിൽ അത് ആ ട്യൂമറിൻ്റെ വലിപ്പമുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളൊരു 10-20 വർഷം മുമ്പേ ഈ കിഡ്നി ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആ കിഡ്നിയും ആ ട്യൂമറും മൊത്തം നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അത് മാറി നമ്മളിപ്പം ആ ട്യൂമർ മാത്രം നീക്കം ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നിയുടെ ഒരു ഭാഗം മാത്രം നീക്കം ചെയ്യുക, പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ഇടുക്കിയിൽ നിന്നും ശിവനാണ് ചേരുന്നത്. ശിവൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് 76 വയസ്സ് പറ്റുന്നുണ്ട്. അമിതമായി ചെറുപ്പം മുതൽ തന്നെ പുകവലി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വായിക്കകത്ത് 2 കവളിന്റെയും ഭാഗത്ത് തൊലി കുറേശ്ശെ പോകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് വായിലെ നമ്മൾ ഈ പുകവലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നിട്ടുണ്ടാകുന്ന ചില ലൂക്കോപ്ലേക്കി എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അത് വായിൽ തൊലി പോവുക, വായിക്കകത്ത് വെള്ള നിറങ്ങൾ പ്രത്യക്ഷപ്പെടുക. അത് പിന്നീട് അത് ക്യാൻസർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ ഉണ്ട്. പുകവലി കൊടുമായി നിർത്തുക, അതേ മാർക്കും. പുകവലി നിർത്തുക, അതേ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒന്നിലധികം തവണ ഒരാൾക്ക് ഇതേ അസുഖം വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. നമുക്ക് ഈ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇപ്പം നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ചികിത്സ, ഞാൻ പറഞ്ഞിരുന്നു, ചികിത്സ എന്ന് പറഞ്ഞാൽ സർജറിയാണ്. അത് സർജറി ചെയ്ത ട്യൂമർ നീക്കം ചെയ്യുന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മറ്റ് ക്യാൻസറിൻ്റെ പോലെ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ ഇതിനൊട്ടും ഫലപ്രദമല്ല. പിന്നെ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് പേഷ്യൻറ്റിന് തൽക്കാലം ഒരു റിലീഫിന് വേണ്ടി ചില പുതിയ മരുന്നുകളൊക്കെ ഉണ്ട്. അതൊന്നും 100% ഫലപ്രദമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിലെ പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി തന്നെയാണ്. സർജറി നമുക്ക് പല രീതിയിൽ ചെയ്യാം. അത് നമുക്ക് ഓപ്പറേഷൻ ആണ്, കിഡ്നി മുഴുവൻ നീക്കം ചെയ്യുക, കിഡ്നിയുടെ ഭാഗം മാത്രം നീക്കം ചെയ്യുക. അത് തന്നെ പല രീതിയിൽ ചെയ്യാം. നമുക്ക് തുറന്നുള്ള ഓപ്പറേഷൻ ചെയ്യാം, നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാം. പിന്നെ ഇപ്പോൾ ഏറ്റവും നൂതനമായ വിദ്യ എന്ന് പറഞ്ഞത് റോബോട്ടിക്സാണ്. റോബോട്ടിക്സ് വഴി നമുക്ക് കൃത്യമായി കുറേ കൂടെ വളരെ പ്രിസൈസായിട്ട്, വളരെ അതിൻ്റെ അളവൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നോക്കി നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ ഇത് വളരെ ചെറിയ ട്യൂമറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കരിച്ച് കളയാനുള്ള പല ഒരുപാട് ടെക്നോളജികൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വീണ്ടും പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇത് തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇത് നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ അല്ലാതെ മറ്റൊന്നും ഇതിനൊന്നും ഒരു ഫലവും ചെയ്യത്തില്ല. പലരും ഈ സമാന്തര ചികിത്സകളിൽ പോയി പിന്നീട് നമ്മൾ ഈ കിഡ്നി ക്യാൻസറൊക്കെ വളരെ വ്യാപിച്ച് പിന്നെ തിരിച്ചു വരുന്ന, അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. തുടക്കത്തിലെ കണ്ട് ഏതെങ്കിലും ഡോക്ടർ
ഇതുപോലെ മെഡിക്കൽ കോളേജിൽ പോയി യൂറോളജി ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ട രോഗികൾ തന്നെ പിന്നീട് അത് വഴിതെറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ചികിത്സാ വിഭാഗത്തിൽ ചെന്ന് ചാടി അതും ഇതുമൊക്കെ ചെയ്ത് പിന്നീട് അത് ശരിക്കും അത് വഷളായതിന് ശേഷമാണ് രോഗികൾ പലരും വരുന്നത്. അതാണ് ഇതിൻ്റെ ചികിത്സയുടെ ഏറ്റവും ഒരു ഡോക്ടർ ഒരു ആധുനിക ഡോക്ടറെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. ഇങ്ങനെ ഈ സമാന്തര ചികിത്സകളിലൊക്കെ പോയി രോഗി വഷളായി തിരിച്ചു വരുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിലെ കിഡ്നി ക്യാൻസറിനെ കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ? കുട്ടികളിലെ കിഡ്നി ക്യാൻസറാണ് ഞാൻ പറഞ്ഞിരുന്നത് വിംസ് ട്യൂമർ എന്ന് പറയും. വിംസ് ട്യൂമർ അത് വളരെ ചെറിയ കുട്ടികളിലാണ് കാണുന്നത്. 5 വയസ്സിനൊക്കെ താഴെയൊക്കെ ഉള്ള കുട്ടികളിലാണ് കാണുന്നത്. അത് ഒരു സൈഡിൽ വരാം, ചിലപ്പോൾ 2 സൈഡിൽ ഒരുമിച്ച് വരാം. പൊതുവേ ഇത് വളരെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഭേദമാകുന്നൊരു ക്യാൻസറാണ്. അത് അഡൽട്ടിൽ വരുന്ന കിഡ്നി ക്യാൻസർ പോലെയല്ല. അത് സ്റ്റേജ് 4 ആണെങ്കിൽ പോലും അതിന് ഫലപ്രദമായ കീമോതെറാപ്പി ഉണ്ട്. കീമോതെറാപ്പിയിലും റേഡിയേഷനിലും പിന്നെ ഓപ്പറേഷനിലും 3 രീതിയിലും ചികിത്സിക്കാവുന്ന ഒരു ക്യാൻസറാണ്. പക്ഷേ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ നീണ്ടു നിൽക്കും. നല്ല കഠിനമായ ചികിത്സയാണ്. സ്റ്റേജ് 4 പോലും കീമോതെറാപ്പിയൊക്കെ നല്ല ഹൈ ഡോസിൽ കീമോതെറാപ്പിയൊക്കെ കൊടുത്ത് അത് ട്യൂമർ ചെറുതായതിന് ശേഷം പിന്നീട് അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുക. ഇങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് കീമോതെറാപ്പി മരുന്നുകൾ അതിന് ഉണ്ട്. അതൊക്കെ ഫലപ്രദമാണ്. നന്നായിട്ട് ഭേദമാകുന്നൊരു ക്യാൻസറാണ് വിംസ് ട്യൂമർ എന്ന് പറയുന്നത്. അത് സാധാരണ കാണുന്നത് ഈ കുഞ്ഞുങ്ങളെ അമ്മ കുളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വയറിലെന്തോ ഒരു മുഴ കാണുന്ന അങ്ങനെയാണത് സാധാരണ പൊതുവേ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അവരപ്പം അമ്മ ഇങ്ങനെ വയറ് സോപ്പ് തേച്ച് കുളിപ്പിക്കുമ്പോൾ എന്തോ കല്ലിച്ചതുപോലെ തോന്നും. അത് കണ്ടിട്ടാണ് മിക്കവാറും ഈ വിംസ് ട്യൂമറുകൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അസുഖം വന്നു ഭേദമായതിനു ശേഷം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടന്നതിന് ശേഷം ആ രോഗി എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം? ഭക്ഷണം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നല്ല ചോദ്യമാണ്. അത് വളരെ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാന കാര്യം അതാണ്. ഇപ്പം നമുക്ക് ഒരു ട്യൂമർ വന്നു, ഓപ്പറേഷൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത് അങ്ങനെ അതുവഴി അങ്ങ് വീട്ടിൽ പോയാൽ പിന്നെ അങ്ങ് വരാതിരിക്കുന്ന കുറേ വിഭാഗം ആൾക്കാരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ എല്ലാം ഭേദമായി എന്നുള്ളത്. പക്ഷേ ക്യാൻസറാണ്, ഇതിന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഓഫീസറുണ്ട്. അദ്ദേഹത്തിന് 10 വർഷം കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പം ഇത് ട്യൂമർ രണ്ടാമത് ശ്വാസകോശത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അത്രയും നാൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതിരിക്കും. അപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇത് പിന്നീട് വരാം. ഈ കിഡ്നിയിലെ ഇപ്പം നമ്മൾ ട്യൂമർ നീക്കം ചെയ്യുന്നത് ഭാഗികമായിട്ട് മാത്രമാണ് കിഡ്നി മാറ്റുന്നതെങ്കിൽ അതേ കിഡ്നി തന്നെ പിന്നീട് വരാം. മറ്റേ എതിർ സൈഡിലുള്ള കിഡ്നിയിൽ വരാം. പിന്നീട് ഇത് മെറ്റാസ്റ്റേസിസ് എന്ന് പറയും. അത് ലങ്സിലും പിന്നെ വയറിനകത്ത് മറ്റ് അവയവങ്ങളിലും എല്ലിലും തലച്ചോറിലൊക്കെ ഇതിൻ്റെ മെറ്റാസ്റ്റേസിസ് വരാൻ സാധ്യതയുണ്ട്. ലിവർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. വയനാട്ടിൽ നിന്നും മനാഫാണ്. മനാഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം സർ. നമസ്കാരം സർ, എനിക്കൊരു 2 സംശയങ്ങൾ ചോദിക്കാനാണ്. എന്റെ പ്രശ്നം ആദ്യം ഞാൻ പറയാം. ഒന്ന്, ഞാൻ 56 വയസ്സുള്ള ഒരാളാണ്. ഞാനൊരു ആന്റിയോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മുൻപേ, അതിപ്പോ ചെയ്തിട്ട് 2 ആഴ്ചയായുള്ളൂ. അതിന് മുൻപേ തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ നേരത്ത് ശരിയായ രീതിയിൽ മൂത്രം വരുന്നില്ല. വളരെ സ്ലോവില് വന്നിട്ട് ടൈം എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആവുന്നവരെ ഒരു കുഴപ്പമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഒരു പ്രശ്നം കൂടി സാറ് പറഞ്ഞതിനോടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടൊന്ന് ചോദിക്കാം. സാർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ഒരു വ്യക്തമായൊരു സന്ദേശം. അതായത് ഇങ്ങനെ ഒരു സന്ദേശം നമുക്ക് കിട്ടാറില്ല. കാരണം ഞങ്ങളുടെ ഈ വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ സാർ നേരത്തെ സൂചിപ്പിച്ചൊരു പ്രശ്നമുണ്ട്. കാരണം സമാന്തരമായിട്ടുള്ള ചികിത്സകളുമായിട്ട് ഒട്ടനവധി മരുന്ന് ബാഗിലാക്കിയിട്ട് വീടാന്തരം കയറി ഇറങ്ങി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പ്രതിവിധിയാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ മരുന്ന് കുടിച്ചതിന് ശേഷം വളരെ ക്രിട്ടിക്കലായിട്ട് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാറിന്റെ സർവീസിനിടക്കുണ്ടായ അനുഭവങ്ങൾ സൂചിപ്പിച്ചു. ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ ഈ രോഗിയെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, നിസ്സഹായനാകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഡോക്ടേഴ്സ് വരുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് തന്നെ എന്റെ വീട്ടിൽ 2 ആൾക്കാരാണ് ബാഗുമായിട്ട് വന്നത്.
ശരി. അത് അവർ പറയുന്ന രോഗങ്ങൾക്കുള്ള പ്രതിവിധി എന്ന മരുന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ വാചാലത കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ വീണു പോവുകയാണ്. അപ്പൊ സാറ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു മനാഫ്, ചോദ്യം സന്ദേശം. ഒന്നുകൂടി വ്യക്തമാക്കാമോ? എനിക്ക് മനസ്സിലായി. മനാഫ് പറഞ്ഞിരുന്നത് രണ്ട് കാര്യമാണ്. ആദ്യത്തെ മൂത്രം ഒഴിക്കുന്നതിലുള്ള തടസ്സം ആണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ആൻജിയോഗ്രാമൊക്കെ ചെയ്ത് ആശുപത്രി കിടന്നിട്ടൊക്കെ വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ മൂത്രത്തടസ്സം അത് 56 വയസ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ മഴക്കാലം തണുപ്പ് കൂടുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും മൂത്രത്തിൻ്റെ അളവ് കൂടുകയും പ്രോസ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാവുകയും ചെയ്യുന്ന സമയമാണ് ഈ മഴക്കാലങ്ങളെന്ന് പറഞ്ഞാൽ. അത് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിഷമം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അതേ അഭിപ്രായം അദ്ദേഹം വളരെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് ഒന്നും കൂടെ ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അത് വളരെ ശരിയാണ്. ഇതിപ്പോൾ ക്യാൻസർ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇവിടെ ആധുനിക നേരിടുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് ഈ സമാന്തര ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ. ഇപ്പം ഡയബറ്റീസ് ഒക്കെ തന്നെ ആയാലും വളരെ ഈ ശാസ്ത്രീയമല്ലാത്ത ചികിത്സ ചെയ്ത് വളരെ ഉയർന്ന തോതിൽ ഷുഗർ കൂടി അത് കിഡ്നി ഫെയിലറൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ വാർഡിലെ 2-3 പേഷ്യൻസ് എൻ്റെ യൂറോളജി വാർഡിൽ തന്നെ കിടപ്പുണ്ട്. ഇതുപോലെ ഡയബറ്റീസ് കൂടിയൊക്കെ 300, 400, 500 ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഒക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വീക്ഷണം ഇല്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നമാണ്. ഇപ്പം എനിക്ക് 30 വർഷത്തിന് അടുപ്പിച്ചായി ഞാൻ ഈ യൂറോളജിസ്റ്റായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പം ഇത് എത്രയോ അനുഭവങ്ങളുണ്ട്. അതിനകത്ത് ഒരു അനുഭവം എനിക്ക് വീണ്ടും ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു 3-4 വർഷം മുമ്പ് ഇവിടെ അടുത്ത് തിരുവനന്തപുരത്ത് തന്നെ വിഴിഞ്ഞം ഭാഗത്തുള്ള ഒരു ഹെഡ് ലോഡ് വർക്കർ എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ജന്മന, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു കിഡ്നി ഉണ്ടായിരുന്നുള്ളൂ, ഒരു കിഡ്നിയാണ് ജന്മന ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആ കിഡ്നിയിലെ ക്യാൻസറായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹത്തിനെ കണ്ടു. ഒരു 4 സെന്റിമീറ്റർ മറ്റുള്ള ട്യൂമറാണ്. ഡോക്ടർ, ഞാൻ സമയപരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിന്റെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ്. നമുക്കിപ്പം മനാഫിനെ പോലുള്ള പ്രേക്ഷകരോട് നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരം അശാസ്ത്രീയമായി വരുന്ന ആൾക്കാരിൽ വിശ്വാസം അർപ്പിക്കാതിരിക്കുക, കൃത്യമായ ആശുപത്രികളിൽ പോവുകയും ഡോക്ടർമാരെ സന്ദർശിക്കുകയും അവരുടെ കൺസൾട്ടിങ് എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല ഈ രംഗത്ത് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കിഡ്നി ക്യാൻസർ എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്ന വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ CH ഹാരിസ് ആണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നമസ്കാരം.